ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് വെയിറ്റ് ഗെയിൻ. അതായത് നമുക്ക് പലരും ഇന്ന് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പലർക്കും വെയിറ്റ് ഗെയിനിൻ്റെ എന്താണ് യഥാർത്ഥ കാരണമെന്ന് പലരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പല മെഡിക്കൽ കണ്ടീഷൻ്റെയും ഒരു സിംറ്റമാണ് ഈ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഹൈപ്പോതൈറോയിഡിസം, PCOD ഇതിൻ്റെയൊക്കെ ഒരു സിംറ്റമാണ് ശരിക്കും വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഫിസിഷ്യനെ കണ്ട് നിങ്ങൾ ടെസ്റ്റുകൾ നടത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. അതിൻ്റെ കൂടെ ഡയറ്റും നിങ്ങളുടെ കൺട്രോൾ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. PCOD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ ആദ്യം ഒരു ഫിസിഷ്യനെ കണ്ട് നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വരുന്ന വെയിറ്റ് ഗെയിൻ ഉണ്ട്. നമുക്ക് തടി കൂടുന്നൊരവസ്ഥ, ഫുഡ് വളരെ ക്വാണ്ടിറ്റിയിലധികം കഴിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ വെയിറ്റ് ഗെയിൻ ഒരു കാരണമാണ്. പ്രത്യേകിച്ച് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഫുഡ് കഴിക്കുന്നത്, ലേറ്റ് നൈറ്റ് ഫുഡാണ് മെയിൻ കോസ് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ്റെ ഇന്നത്തെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ലോസിനുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, സ്വന്തമായിട്ട് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ട്. അവർ ചെയ്യുന്ന ഏറ്റവും ഫസ്റ്റത്തെ റോങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് സാലഡ് കഴിച്ച് ഫ്രൂട്ട്സ് കഴിച്ച് വെയിറ്റ് ലോസ് വരുത്തുക എന്നുള്ളത്. അത് ശരിക്കും ഒരു 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 റോങ് ആയിട്ടുള്ള മെത്തേഡാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല ഡെഫിഷ്യൻസികളും ഫേസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹെയർ ഫോള്, ടയർഡ്നെസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ പലരും വെജിറ്റേറിയൻ ഡയറ്റ് പ്ലാനിലോട്ട് സ്വിച്ച് ചെയ്യും. പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, മിനറൽ ഡെഫിഷ്യൻസി ഒക്കെ മെയിനായിട്ട് വെജിറ്റേറിയൻ ഡയറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്, നമുക്ക് വെയിറ്റ് ലോസ് ജേണിയിൽ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ പ്രോട്ടീൻ കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ട്, ഇപ്പം നിങ്ങളൊരു സെഡൻറ്ററി പേഴ്സൺ ആണെങ്കിൽ 1 gram പ്രോട്ടീൻ പെർ കിലോ വെയ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ വെയ്റ്റും ഇതും വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോട്ടീൻ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ 3 മീലാക്കുക. അതിൽ നമ്മുടെ പ്രോട്ടീൻ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് കുറയ്ക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ അതിൻ്റെ അളവ് നിങ്ങൾ ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരണം. പിന്നെ ഷുഗറി സ്നാക്സ്, പിന്നെ പ്രോസസ്ഡ് ഫുഡ്, പിന്നെ ഷുഗറി ഡ്രിങ്ക്സ്, അതൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സാലഡ്സ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലേറ്റ് നൈറ്റ് ഫുഡ്. എന്തൊക്കെ വന്നാലും നമ്മൾ ലേറ്റ് നൈറ്റ് ഫുഡ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. രാത്രി നമ്മൾക്ക് ഫുഡ് കഴിക്കണ ശീലം ഉണ്ടെങ്കിൽ, രാത്രി ചിലർ 11 മണി 12 മണി രാത്രിയിലൊക്കെയാണ് ചിലർ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങളത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളൊരു 7 മണി, ഒരു 6:30 അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഡിന്നർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരും വരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.